hello, and welcome to Dr. Arun Hari, the interventional cardiologist, exclusive podcast, straight from the heart. So, Dr. ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. Yes. MDMA, മോളി, പാർട്ടി ഡ്രഗ്, ഒരു ന്യൂ നൈറ്റ് മെയർ അൺലീഷ്ഡ്, ഞെട്ടിക്കുന്ന വാർത്തകൾ, ഒരുപാട് ഞെട്ടിക്കുന്ന വിവരങ്ങൾ. സോ എൻ്റെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഇതിന് ബ്രെയിനിലുണ്ടാക്കുന്ന എഫക്റ്റും ഇമ്പാക്റ്റും അതിനെപ്പറ്റിയൊക്കെ കുറേ വീഡിയോസും ചർച്ചകളും ഒക്കെ നടക്കുന്നുണ്ട്. Does it have an impact on heart health? Yes, definitely. Yes. Okay. Could you please elaborate? Yes. MDMA അല്ലെങ്കിൽ ഇറ്റ്സ് ഓൾസോ കോൾഡ് എക്സ്റ്റസി. ഇതൊരു സിന്തറ്റിക് ഡ്രഗാണ്. നമ്മൾ ഇത് എടുത്തു കഴിഞ്ഞാൽ എഫക്റ്റ് വിൽ ലാസ്റ്റ് ടു 6 to 8 hours. Okay. സംടൈംസ് 24 hours വരെ ഇതിന്റെ എഫക്റ്റ് വരാം. Oh, okay. ആ ഒരു യൂഫോറിക് സ്റ്റേറ്റ് അതിനു വേണ്ടിയാണ് എല്ലാവരും അത് എടുക്കുന്നത്. പക്ഷേ ആ ഒരു 8 hours അല്ല, അതിന്റെ സൈഡ് എഫക്ട്സ് വിൽ ലാസ്റ്റ് ലോങ്. Oh, okay. Oh, that is just the beginning of something bad, അല്ലേ? Yes. Okay. അപ്പോൾ ഇത് ഹാർട്ട് മാത്രമല്ല, ഇറ്റ് ക്യാൻ അഫക്ട് യുവർ ലിവർ, കിഡ്നീസ്. ഇപ്പം ഹാർട്ട് നോക്കുവാണെങ്കിൽ അക്യൂട്ടും ഉണ്ട്, ക്രോണിക്കും ഉണ്ട്. എന്ന് പറഞ്ഞാൽ നമുക്ക് എടുക്കുമ്പോൾ മിക്കവാറും പേഷ്യൻസ് പാൽപിറ്റേഷൻസ് ആയിട്ടാണ് എൻ്റെ അടുത്ത് വരാറുള്ളത്. പാൽപിറ്റേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹാർട്ട് റേറ്റ് നോർമലി 60 to 100. സംടൈംസ് ഇത് പെട്ടെന്ന് ഒരു 200-ലോട്ടൊക്കെ അങ്ങ് പോവാം. ടാക്കിക്കാർഡി. അപ്പം നമുക്ക് എപ്പോഴും പേഷ്യൻറ്റിനെ സേവ് ചെയ്യാൻ പറ്റണമെന്നില്ല. അങ്ങനെ പോകുമ്പോഴത്തേക്ക് പെട്ടെന്നൊരു കാർഡിയക് അറസ്റ്റ് വന്ന് നമുക്ക് സേവ് ചെയ്യാൻ പറ്റണമെന്നില്ല. അതേപോലെ തന്നെയാണ് ഇപ്പോൾ യങ്സ്റ്റേഴ്സ് ആയിരിക്കും ഇത് എടുക്കുന്നത്. അപ്പം ബ്ലോക്ക് ഒന്നും കാണണമെന്നില്ല ഹാർട്ടിൻ്റെ രക്തക്കുഴലിൽ. സഡൻലി ഈ ബ്ലഡ് വെസൽ ക്യാൻ ഗോ ഇൻ ടു സ്പാസം. അങ്ങനെയാണ് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുന്നത്. സോ അതും ഒരു ഹാർട്ട് അറ്റാക്ക് വന്നു കഴിഞ്ഞാൽ ഒരു യങ് ഏജിൽ യുവർ ഹാർട്ട് മസിൽസ് വിൽ ബി അഫക്റ്റഡ്. ലേറ്റർ സ്റ്റേജസ് യു ക്യാൻ ഡെവലപ്പ് ഹാർട്ട് ഫെയിലിയർ, ശ്വാസം മുട്ടൽ, അങ്ങനെയുള്ള പ്രശ്നങ്ങളല്ല. ഇതാണ് അക്യൂട്ട് ആയിട്ടുള്ള പ്രശ്നങ്ങൾ. ഇനി ഇതെടുത്ത് കുറച്ച് നാൾ കഴിയുമ്പം, ഇതിപ്പോൾ എടുക്കുമ്പം നമ്മളൊരു അഡിക്ഷനിലോട്ട് പോകും. കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ഡോസ് കൂട്ടേണ്ടി വരും. ഒരു കൂട്ടി എടുക്കാൻ തുടങ്ങും. അപ്പം നമ്മുടെ ഹാർട്ടിന്റെ വർക്ക് ലോഡ് കൂടുവാണ്. അപ്പോൾ വാട്ട് ഹാപ്പൻസ്, നമ്മൾ അങ്ങനെ വർക്ക് ലോഡ് കൂടുമ്പോൾ ഹാർട്ടിന്റെ മസിൽ തിക്നെസ് കൂടുന്നു. കുറച്ച് നാൾ കഴിയുമ്പോൾ ഹാർട്ട് ഫെയിലിയറിലോട്ട് പോകും. ഇതൊക്കെ നമ്മൾ കാണാറുണ്ട് അങ്ങനെ. സോ നമുക്ക് ആ ഒരു 6 to 8 hours കിക്കല്ല. That's not the real kick. അപ്പം അത് കഴിഞ്ഞിട്ടുള്ള സൈഡ് എഫക്ട്സ് ഭയങ്കര വലുതാണ്. സോ അത് നമ്മൾ അറിയണം. ഇപ്പോഴത്തെ ഒരു ജനറേഷന് നമ്മളിപ്പോൾ ചെയ്യരുത് എന്ന് വഴക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ചെയ്യാതിരിക്കത്തില്ല. അപ്പം നമ്മൾ ഇതിൻ്റെ സൈഡ് എഫക്ട്സ്, അവർ ഭയങ്കര സ്മാർട്ടാണ്. അവർക്ക് നമ്മൾ ഇതിൻ്റെ സൈഡ് എഫക്ട്സും കാര്യങ്ങളും ഒക്കെ പറഞ്ഞു കൊടുത്ത് അത് നമ്മൾ പ്രിവെന്റ് ചെയ്യാൻ നോക്കണം, അതെടുക്കാതിരിക്കും. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. പേരൻസ് ആണെങ്കിലും what do you think they should do? പേരൻസ് ആണെങ്കിൽ അവരൊരു ഫ്രണ്ട് എന്നുള്ള രീതിയിൽ സൈഡ് എഫക്ട്സ് ഒക്കെ പറഞ്ഞു കൊടുത്ത് അവര് ജസ്റ്റ് ഗൈഡ് them through, അല്ലേ? അല്ലാണ്ട് വഴക്ക് പറഞ്ഞു കർഫ്യൂ നിയമം അങ്ങനെ ഇങ്ങനെ എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല.